ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമ്മളെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണത്? പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അല്ലെ? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്ന സാധനമാണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് വിളിക്കുന്ന സാധനം, അല്ലെ? ഇത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇത് ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, അല്ലെ? അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പൊ ഈ ഫ്ലോ ചാർട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഫ്ലോ ചാർട്ടാണ്. 3 മാർക്കിന് അതുപോലെ തന്നെ 2 മാർക്കിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ഭാഗമാണ് ഇത്. ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിന്റെ ഈ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. അപ്പൊ അതെന്തൊക്കെയെന്ന് ശ്രദ്ധിച്ചോ. അമിതോൽപാദനം, അല്ലെ? അമിതോൽപാദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അമിതോൽപാദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെ? അതായത് കൂടുതൽ ആൾക്കാർ, കൂടുതൽ വ്യക്തികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ വ്യക്തികൾ ഉണ്ടായി കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ വിഭവങ്ങളായിട്ട് പറയുന്നത്? ഭക്ഷണം, അതുപോലെ തന്നെ ഇണകൾ, അതുപോലെ തന്നെ വാസസ്ഥലം, ഇങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഉള്ള ആൾക്കാർ തമ്മിൽ എന്തുണ്ടാകും? നിലനിൽപ്പിനായുള്ള സമരം ഉണ്ടാവുകയാണ്, അല്ലെ? നിലനിൽപ്പിനായുള്ള സമരം ഉണ്ടാകുന്നു. അപ്പൊ അതില് അനുകൂല വ്യതിയാനങ്ങൾ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവര് നിലനിൽക്കുന്നു. അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്ത ആൾക്കാരോ അവര് നശിച്ചു പോകുന്നു. അങ്ങനെ അനുകൂല വ്യതിയാനങ്ങൾ ഉള്ള ആൾക്കാർ നിലനിന്നല്ലോ. ഈ നിലനിന്നിട്ടുള്ള ആൾക്കാർ എന്താണ് സംഭവിക്കുന്നത്? തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ സഞ്ചയനം ഉണ്ടാകുന്നു, അല്ലെ? അതായത് ഈ അനുകൂല വ്യതിയാനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ നല്ല വ്യതിയാനങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിൽ എന്താകുന്നു? അടിഞ്ഞുകൂടുന്നു, അല്ലെ? അങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ജീവികളുടെ ഉത്ഭവം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഈ പുതിയ ജീവികളുടെ പ്രത്യേകത എന്തായിരിക്കും? അവർക്ക് എല്ലാവിധ നല്ല അനുകൂലങ്ങളും അല്ലെങ്കിൽ വ്യതിയാനങ്ങളും ആർക്ക് കിട്ടിയിട്ടുണ്ടാകും? അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ആർക്ക് കിട്ടിയിട്ടുണ്ടാകും? നമ്മുടെ ഈ നിലനിന്നിട്ടുള്ള ആൾക്കാർ കിട്ടിയിട്ടുണ്ടാകും എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇത്. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കോ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ചാൾസ് ഡാർവിൻ ആണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകും. ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്താണ്? അതിൽ ഓർഗാനിസംസ് വിത്ത് അൺഫേവറബിൾ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു? അവര് നശിച്ചു പോകുന്നു. ഗെറ്റ് ഡെസ്ട്രോയിഡ് ആണ്. ഇനി സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? സർവൈവ് ചെയ്യുന്നു. നമ്മൾ പറയാറുണ്ട്, അല്ലെ? കയ്യൂക്കും കാര്യക്കാരൻ എന്ന് പറയാറുണ്ട്. അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിൽ സർവൈവ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു? ഇൻഹെറിറ്റഡ് ത്രൂ ജനറേഷൻസ്. അതായത് ഓരോ ജനറേഷൻസിലേക്കും ഈ ഫേവറബിൾ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു? കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് ഉണ്ടാവുന്നു എന്ന് മക്കൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്? വളരെ കോമൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചിരിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുഡ് ലക്ക്.